ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് തവാർ മാളിലാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവി കാണാനാവുന്നത്. ഞാനും ചെറുമോനും ഉണ്ട്. ഹായ് ഗൈസ് പറ. മൂവി കണ്ടിട്ട് മൂവിയുടെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും ഗൈസ്, എങ്ങനെയുണ്ട് എന്നുള്ളത്. ഹൈ എക്സ്പെക്ടേഷൻസ് കൂടിയാണ് പോകുന്നത്. പക്ഷെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് സങ്കടം വരുന്നു ഗൈസ്. LCWUO എന്നായിരുന്നു, LCUO അതൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഗൈസ് എന്നെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതൊക്കെ എന്താന്ന് പോലും എനിക്ക് അറിയാത്തത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല. തവാർ മാളിലുള്ള നോവോ സിനിമാസിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. തിയേറ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്ക്രീൻ സ്പേസിങ് ഭയങ്കര ടുവേർഡ്സ് എ സെൻറ്റർ, ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ ഒത്തിരി ഗ്യാപ്പ് ഉണ്ട്. തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്, പക്ഷേ എനിക്ക് ഒന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ പോട്ടെ, സിനിമ ഒരു പരിധി കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനാണ് ഈ അവസാനം ഈ അമീർ ഖാനെ കൊണ്ടുവന്ന് അവിടെ വെച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, കൊണ്ടുവന്നതോ കൊണ്ടുവന്ന്, എന്നാ പിന്നെ പുള്ളിക്ക് എന്തേലും അതുപോലെ ഒരു റഷായിട്ടുള്ള ഒരു റോള്, ഒരു റഫായിട്ടുള്ള റോള് കൊടുക്കണ്ടേ? എന്റെ പൊന്നു ലോകേഷ് കനകരാജ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? പുള്ളിയുടെ മൂവിയാന്ന് പറയാൻ പറ്റുന്നില്ല. ഖൈദിയും വിക്രമും ഒക്കെ ലിയോയും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണാൻ പോയാൽ ഞങ്ങളെ സമ്മതിക്കണ്ടേ ഗൈസ്? എനിക്കിത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുമാണ് പോയത്. അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ഇങ്ങനെയുള്ളൊരു എക്സ്പെക്ടേഷൻസ്. മോണിക്ക പാട്ട് കിടുവായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. സൗബിൻ ബ്രോയാണ് ഓവറോൾ എല്ലാവരെക്കാളും ഹൈലൈറ്റ് ചെയ്ത് നിന്നിരുന്നത്. രജനീകാന്തിൻ്റെ ആക്ടിങ്ങിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് ഈ AI കുത്തിക്കയറ്റി അങ്ങ് ആകപ്പാടെ അങ്ങ് ബഹളമാക്കുന്നത് സിനിമ? ഓക്കെ ഫൈൻ, മനസ്സിലാക്കാം, പ്രീവിയസ് ഇയേഴ്സിലോട്ട് പോകാനായിട്ട് കഷ്ടപ്പാടുണ്ട്. പക്ഷെ എന്നാലും ഒരു ഒരു ആളുടെ ആ ആക്ടിങ്ങിനെ ഫോക്കസ് ചെയ്യുന്നതിലും കൂടുതലും കുറേ AI വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, ആരെയും ജഡ്ജ് ചെയ്യുന്നതല്ല. ആരും ജഡ്ജ് ചെയ്യാനായിട്ട് എനിക്ക് ആക്ടിങ്ങും അറിയത്തില്ല, സ്കില്ലും അറിയത്തില്ല. സാധാരണ ഒരു ഓഡിയൻസിൻ്റെ കണ്ണിൽ കൂടെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഈ മൂവി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ.